ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 40 മാർക്കിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ പരീക്ഷകൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. പല കുട്ടികളും ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ക്വസ്റ്റ്യൻസിന്റെ രീതി അറിയാതെ അവര് കഷ്ടപ്പെടും. എഴുതുമ്പോൾ അതിൽ 1 മുതൽ 4 വരെ ക്വസ്റ്റ്യൻസിന് 1 മാർക്കാണ് ഉണ്ടാവുക. 1 മുതൽ 4 വരെ ക്വസ്റ്റ്യൻസിന് 1 മാർക്കാണ് ഉണ്ടാകുക, ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 11ാമത്തെ ക്വസ്റ്റ്യൻസ് വരെ 2 മാർക്കാണ്. 7 ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക. അപ്പൊ അതിൽ ഏതെങ്കിലും 2 മാത്രമാണ് ഓപ്ഷൻസ് ഉള്ളത്. പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഇപ്പോ രീതികളൊക്കെ മാറി. നമുക്ക് ഒരു 9 ക്വസ്റ്റ്യൻ തന്നിട്ട് 7 ഇതായിരുന്നു. ഇപ്പൊ അങ്ങനല്ല, 7 ക്വസ്റ്റ്യനെ തരുള്ളൂ. അതിൽ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസുകൾക്ക് ഓപ്ഷൻ ഉണ്ടാവും. പിന്നീട് 12 മുതൽ 17 വരെ ക്വസ്റ്റ്യൻസിന് 3 മാർക്കാണ് ഉണ്ടാവുക ഓരോ ക്വസ്റ്റ്യൻസ്. അതിൽ ഏകദേശം 6 നമ്മൾ എഴുതണം. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസിന് മാത്രമാണ് ഓപ്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. പിന്നീട് 18ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു റിലാക്സ് ഉണ്ട്. 18ാമത്തെ ക്വസ്റ്റ്യന് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് 4 മാർക്കാണ് ഉണ്ടാവുക. ഏതെങ്കിലും 1 എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ. 1 മുതൽ 4 വരെ 1 മാർക്ക്, 5 മുതൽ 11 വരെ 2 മാർക്ക്, 12 മുതൽ 17 വരെ 3 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 18ാമത്തെ ക്വസ്റ്റ്യൻസിന് 4 മാർക്കാണ് ഉണ്ടാവുക. അതിനൊരു ഓപ്ഷൻസ് എക്സ്ട്രാ ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയാലോ?